പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജി ജോർജ് അവറുകൾ കാർഡിഫിൽ ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ നമ്മളോട് ചേർന്ന് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യും. വളരെ പ്രാർത്ഥനയോട് കർത്താവ് അടിയനോട് സംസാരിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം, ഈ കർത്തൃ ദിവസത്തിൽ ലീഡ്സിലുള്ള ദൈവസഭയോടും കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ചേർന്ന് ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുവാനും ഫെലോഷിപ്പിലായിരിക്കുവാനും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് നന്ദി പറയുന്നു. ഇത്തരണത്തിലെങ്കിലും ദൈവസഭയൊന്ന് കാണുവാനും കർത്താവിന്റെ ദാസനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെയും ആദ്യമായിട്ട് ആകാൻ കാണുന്നത്. അതുപോലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കിന്ന് പകൽക്കാലം വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. My children, it is so terrible to be at the feet of the Lord to listen to him. You know, all through the scriptures, whenever you see God was appearing to people, people were shivering at him just by the sight of God's appearance. ദൈവവചനത്തിൽ ഉടനീളം പരിശോധിച്ചാൽ കർത്താവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, ദൈവമഹത്വം എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ മനുഷ്യർ വിറച്ചു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ നോക്കിക്കഴിഞ്ഞാൽ വെളിപാട് പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവമഹത്വം കണ്ട യോഹന്നാൻ പത്മോസ് അയലില് ദ്വീപില് വിറച്ചു നിൽക്കുന്നതായിട്ട് കാണുവാൻ, മരിച്ചവനെ പോലെയായി. So we need to be afraid when we are listening to the word of God. ദൈവവചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. It is the Lord speaking, no matter who he is using. ആരെയാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്നുള്ള വിഷയം. ദൈവം സംസാരിക്കുമ്പോൾ നാം അറിയാതെ വിറയ്ക്കും. ഇന്നത്തെ രാത്രി നമ്മൾ വിറയ്ക്കും. വിറച്ചെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവിനോട് സംസാരിച്ചു എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ ചില ചലനങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ഉണ്ടായി, ഇന്നത്തെ പകൽ ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നമ്മളോട് സംസാരിച്ചു എന്നാണ്. നമ്മളോട് എല്ലാവരോടും കർത്താവിന് സംസാരിക്കാൻ കഴിയും. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. യേശുവിനെ പോലെ ആരെങ്കിലും ആയവർ ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ അവരോട് ദൈവം സംസാരിക്കേണ്ട ആവശ്യം ഇനിയില്ല. കാരണം അവർ യേശുവിനെ പോലെ ആയിക്കഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ എങ്ങും എത്തിയിട്ടില്ലെന്ന്. അത് മാത്രമല്ല, 1 കൊരിന്ത്യർ 9:27 കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്യുന്നത്. അപ്പോൾ ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസനും ഒരു ഭയമകത്തുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ ഒരുപക്ഷെ കൊള്ളരുതാത്തവനായി തീർന്നു പോകുമോ? അന്ത്യനാളിൽ ഞാൻ എടുക്കപ്പെടാതെ വന്നേക്കുമോ? ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ തള്ളപ്പെട്ടു പോകുമോ? ആർക്കാ ഈ ഭയം? അപ്പോസ്തലനായ പൗലോസിന്. Can you believe it? Even Paul had that fear in his heart. 1 Corinthians 9:27, Paul says, after preaching to others, I myself may become a castaway. So I discipline my body in subjection. അങ്ങനാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഭയപ്പെടണം ദൈവമക്കളെ. ഇന്നത്തെ രാത്രി നമ്മളെ ബോധർ ചെയ്യേണ്ട വിഷയം നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, എത്ര നാളായി ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതല്ല, എത്ര പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളതല്ല, എത്ര പേരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതല്ല, കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ഈ വിഷയങ്ങളൊന്നുമല്ല നമ്മളെ ബോധർ ചെയ്യേണ്ടത്. എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്നോ, ഈ ലോകം ഏതൊക്കെ ടൈറ്റിലുകൾ നമുക്ക് തന്നിട്ടുണ്ടെന്നോ, എത്ര പേരെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചു, ഇതൊന്നുമല്ല നമ്മളെ ഇന്നത്തെ രാത്രി, ഇന്നത്തെ ഈ പകൽക്കാലം ബോധർ ചെയ്യേണ്ട വിഷയം. ഒറ്റ വിഷയമേ ഉള്ളൂ. കർത്താവിന്റെ കാഹളം ഇപ്പോൾ ധ്വനിച്ചാൽ നമ്മളിൽ എത്ര പേര് എടുക്കപ്പെടും? അതല്ല, ഇപ്പൊ നമ്മൾ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമോ? ഒരു പക്ഷേ നമ്മൾ പറഞ്ഞേക്കാം, ഞാൻ നിൽക്കും, കാരണം ഞാൻ സ്നാനപ്പെട്ടയാളാ, ഞാൻ നിൽക്കും, ഞാൻ പെന്തിക്കോസ്ത് സഭയിലെ അംഗമാ, ഞാൻ നിൽക്കും, ഞാൻ ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ് മൈ ബ്രദർ, മൈ സിസ്റ്റർ. We need to listen to what God is speaking to us tonight. ഒന്ന് ശ്രദ്ധിക്കണമേ, ഇന്നത്തെ പകൽ കർത്താവ് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് തീരുമാനിക്ക് നമ്മൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. That is the reason I say, when the Lord speaks, we will tremble at him. സാധാരണ രീതിയിൽ ഞാൻ ഒരുപാട് കർത്താവിന്റെ കൃപയാൽ ഒത്തിരി ചർച്ചകളിൽ സംസാരിക്കാറുള്ള ആളാണ്.
ചില സഭകളിൽ ഒരു പ്രാവശ്യമേ എന്നെ വിളിക്കത്തുള്ളൂ, ചിലയിടത്ത് അവർ ആവർത്തിച്ച് വിളിക്കും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, if I know that this is the last chance God gave me to speak to his people, what would I speak? എന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ കർത്താവ് തരുന്ന അവസാന സമയമായിരിക്കാം ഇതെങ്കിൽ, അഥവാ എനിക്ക് അങ്ങനൊരു തോന്നൽ കിട്ടുക എന്ന് വെച്ചോ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അവസാനത്തെ സമയമാ ദൈവസഭയോട് സംസാരിക്കുവാൻ, ഞാൻ എന്തായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളെ പുകഴ്ത്തി ഞാൻ സംസാരിക്കുമോ? ഞാൻ നല്ലൊരു ദൈവദാസനാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമോ? അതോ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഒരവസരം ഒരുക്കുവാൻ ദൈവത്തിന്റെ ദാസനെ പുകഴ്ത്തി ദൈവജനത്തെയൊക്കെ പുകഴ്ത്തി സംസാരിക്കുമോ? അതോ ഞാൻ സത്യം നിങ്ങളോട് സംസാരിക്കുമോ? തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവമക്കളെ, ഇനി ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം കേൾക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേര് എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ സമയമായിരിക്കാം ഇത്, ഈ മെസ്സേജ്. നാളെ ഒരു മെസ്സേജ് നമ്മൾ കേൾക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്തായിരിക്കണം? ഈ ലോകത്തിൽ എത്ര വലുപ്പത്തിൽ നമ്മളെ ആക്കുമെന്നുള്ളതാണോ? എത്ര കാലം ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണോ? എങ്ങനെ കർത്താവ് ഭൗതികമായി നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതാണോ? അല്ലെ വാലല്ല തലയാക്കി മാറ്റുമെന്നാണോ? നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ കർത്താവ് മാറ്റിത്തരുമെന്നുള്ളതാണോ? അതോ നിത്യതയിലെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കർത്താവെ അതെന്നോട് ഇപ്പോൾ വെളിപ്പെടുത്തണമേ എന്നുള്ളതായിരിക്കുമോ നമ്മുടെ പ്രാർത്ഥന? അപ്പൊ ഇന്നത്തെ പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. എന്റെ കർത്താവെ, അങ്ങയുടെ വരവ് ഇപ്പോൾ സംഭവിക്കുന്നുവെങ്കിൽ, എന്റെ മരണം സംഭവിക്കുന്നുവെങ്കിൽ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം എനിക്കിടയാകാത്തവണ്ണം എന്തെങ്കിലും എന്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ ഇന്നുണ്ടെങ്കിൽ അങ്ങത് വെളിപ്പെടുത്തി തരണം. എനിക്ക് വെളിപ്പെടുത്തി തരിക മാത്രമല്ല, അതിനെ അതിജീവിപ്പാനുള്ള ദൈവകൃപ ഇന്ന് എന്റെ മേൽ പകരണം. My children, the Lord is watching over your life. You are not what you are when you are out of the church. When you are away from your parents, you become another person with your friends. Am I right? When you sit with your friends, you are another person. But I see your pretty, pious, religious faces when I see you in the church, but outside the church, you become another person. God is watching it. So let us listen to what God has for us tonight. നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം പ്രാരംഭമായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. 1 John chapter 2 verse 28. 1 John 2:28. 1 യോഹന്നാൻ 2:28. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. And now, little children, abide in him, that when he shall appear, we may have confidence and not be ashamed before him at his coming. ദൈവത്തിന്റെ സഭയിൽ 2 കൂട്ടരുണ്ട്. ഇത് ദൈവത്തിന്റെ സഭയോട് എഴുതി വച്ചിരിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്കുള്ളതാണ്. സുവിശേഷമാണ് ലോകത്തിനുള്ളത്. ദൈവത്തിന്റെ സഭയിൽ കർത്താവിന്റെ വചനം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു ദൈവസഭയോട്, ഇനിയും കുഞ്ഞുങ്ങളെ, here is a man in his probably mid-90s speaking to the church. ഏതാണ് 90-95 വയസ്സുള്ള ഒരു ദൈവത്തിന്റെ ദാസൻ, after having walked with the Lord for more than 65 years, he is speaking to the church. യേശുവിനോട് കൂടെ 10-65 വർഷം നടന്ന ഒരുവൻ, യേശുവിന്റെ മഹത്വം കണ്ട ഒരുവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സഭയോട് എഴുതുകയാണ് പരിശുദ്ധാത്മാവിൽ, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. 2 തരത്തിലെ ആളുകൾ സഭയിൽ ഉണ്ടാകും. 1 ലജ്ജിച്ചു പോകുന്നവർ, 2 ധൈര്യത്തോടെ നിൽക്കുന്നവർ. അതാ അവിടെ എഴുതിയിരിക്കുന്നത്. 1 ലജ്ജിച്ചു പോകുന്ന ഒരു കൂട്ടർ, 2 ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ കൂട്ടത്തിലും ഈ 2 കൂട്ടരുണ്ട്.
ഇത് ദൈവത്തിന്റെ സഭയിലുള്ളതാണ്. ഇറ്റ്സ് എ ജനറൽ ഫാക്ട്. കർത്താവിന്റെ വരവിങ്കൽ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകുന്ന ഒരു കൂട്ടരുണ്ട്. ധൈര്യത്തോടെ കർത്താവിന്റെ വരവിനെ നേരിട്ട് കാണുന്ന ഒരു ജനമുണ്ട്. ഇന്നത്തെ പകൽക്കാലം ശ്രദ്ധിക്കണമേ, ഞാൻ ഏത് കൂട്ടത്തിലാണുള്ളത്. ഇത് പരിശുദ്ധാത്മാവ് എഴുതിയ വചനമാണ്. അഥവാ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവളാണ് ഞാനെന്നൊരു തോന്നൽ പരിശുദ്ധാത്മാവ് തന്നാൽ ആ നിമിഷം മാനസാന്തരപ്പെടുക. You are externally healthy doesn't mean that you are healthy inside. പുറത്ത് മസിലൊക്കെ വെച്ച് 6.5 അടി പൊക്കമുള്ളവര് 6 പാക്ക് വയറൊക്കെ വെച്ച് നല്ല എന്താ പറയുന്നത് ജിംനേഷ്യത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നവര് പുറത്തു നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ളവരാ. GP സർജറിയിലോട്ടൊക്കെ ഈ ആരോഗ്യമുള്ള ഒരു മസിലൊക്കെ പിടിച്ചുകൊണ്ട് കയറി പോകുന്നത് കാണാൻ ചിലപ്പോഴും. ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ കയറി പോകുന്നവർ കാണാൻ. കയറി പോകുമ്പോൾ തലയൊക്കെ ഉയർത്തി ധൈര്യത്തോടെ കയറി പോകുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ ഇറങ്ങി വരുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട്. എന്താണെന്നറിയാമോ? They thought they were fit externally. പുറത്തു നോക്കിയപ്പോ നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ അകത്ത് കയറി ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അകത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന്. ദിവസങ്ങൾ എണ്ണപ്പെട്ടു പോയെന്ന്. അത് നമ്മളെ കാണിക്കുന്ന സത്യം എന്തെന്നറിയാമോ? പുറത്ത് നമ്മൾ ആരോഗ്യമായിരിക്കുന്നു എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ആരോഗ്യമുള്ളവനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ആരോഗ്യം അകത്തുണ്ടാകണമെന്നില്ല. പുറത്ത് കയ്യടിയുണ്ട്, പുറത്ത് പ്രാർത്ഥനയുണ്ട്, പുറത്ത് ഉപവാസമുണ്ട്, നല്ല മനോഹരമായി പാടുവാൻ കഴിയും, ആരാധിക്കുവാൻ കഴിയും, പ്രസംഗിക്കുവാൻ കഴിയും. അതിന്റെ അർത്ഥം ആത്മീയ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ നാം വിശുദ്ധിയുള്ളവനാകണമെന്നില്ല, ദൈവം അംഗീകരിച്ച വ്യക്തിയാകണമെന്നില്ല. That is what I say. Externally healthy doesn't mean that internally we are healthy. When we see the scan report there, that will show what is wrong inside. ഇന്നത്തെ പകൽക്കാലം ask the Lord Holy Spirit to do a spiritual scanning. A spiritual scanning. There everything will be exposed to you. നമ്മുടെ കർത്താവിന്റെ മഹത്വം എന്താണെന്നറിയാമോ? നമ്മുടെ കുറവുകളെല്ലാം കർത്താവിനറിയാം. കർത്താവ് ആരോടെങ്കിലും പറയാറുണ്ടോ ഇന്ന ആളുടെ കുറവ് ഇന്നതാന്ന്? പറയത്തില്ല. കർത്താവ് നമ്മളോട് മാത്രമേ പറയത്തുള്ളൂ നിന്റെ കുറവ് ഇന്നതാന്ന്. അപ്പൊ കർത്താവിന്റെ സ്വഭാവമുള്ളവരും അങ്ങനെ മറ്റുള്ളവരുടെ കുറവ് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. എന്തെങ്കിലും ഒരാളിൽ കുറവ് കണ്ടാൽ ആ വ്യക്തിയോട് സംസാരിക്കും. അതാ കർത്താവിന്റെ സ്വഭാവമുള്ളവർ. സാക്ഷാൽ ദൈവമക്കൾ അങ്ങനെയുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവിനോട് പറ, ഐ നീഡ് എ സ്കാൻ. കർത്താവ് എന്റെ ഒരു സ്കാനിങ് എടുത്തേ. 1 തെസ്സലോനിക്കർ 5:23 പറയുന്നു, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി അനുസരിച്ച്. എന്താ? ആത്മാവ്, ദേഹി, ദേഹം. My children, have you seen the order mentioned there by the Holy Spirit? What was the order? Spirit, soul and body. But when we say, how do we say? Body, soul and spirit. അങ്ങനെയല്ലേ പറയുന്നത്? എങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്? ആത്മാവ്, ദേഹി, ദേഹം. നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ദേഹം, ദേഹി, ആത്മാവ്. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദേഹത്തിന്, പിന്നെ പ്രാധാന്യം കൊടുക്കുന്നത് ദേഹിക്ക്, ഏറ്റവും ഒടുവിൽ സമയം കിട്ടിയെങ്കിൽ ആത്മാവിന്. എന്നാൽ ദൈവം പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ആത്മാവിന്, ദേഹിക്ക്, ഏറ്റവും ഒടുവിൽ ദേഹത്തിന്. ഈ ദേഹം എന്ന് പറഞ്ഞ സാധനം ആത്മാവിനെ പൊതിയുവാൻ ദൈവം തന്നിരിക്കുന്നതാണ്. നമുക്ക് ആരെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരികയാണെങ്കിൽ അത് പൊതിഞ്ഞു തരും, നല്ല റാപ്പ് ചെയ്ത്. ആരെങ്കിലും ആ റാപ്പിംഗ് പേപ്പർ എടുത്ത് സേഫിനകത്ത് വെച്ച് പൂട്ടി വെക്കാറുണ്ടോ? എന്നിട്ട് അകത്തിരുന്ന് എടുത്ത് കളയാറുണ്ടോ? ഇല്ല. അകത്തിരിക്കുന്നതിനാ വാല്യൂ കൂടുതൽ, പുറത്തിരിക്കുന്നതിനല്ല. ദൈവഭക്തനായ C.S. ലൂയിസ് പറഞ്ഞ എന്താണെന്നറിയാമോ? ദൈവമക്കൾ ഒരിക്കലും പറയരുത് എനിക്കൊരു ആത്മാവുണ്ടെന്ന്. നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞു, എനിക്കൊരു ആത്മാവുണ്ടെന്ന്, അല്ലേ? മൃഗത്തിന്റെ കൂട്ടല്ല. ഐ ആം നോട്ട് ലൈക്ക് എൻ ആനിമൽ, ഐ ഹാവ് എ സ്പിരിറ്റ്, അങ്ങനെ നമ്മൾ പറയുന്നത്, അല്ലേ? എന്നാൽ ദൈവഭക്തനായ C.S. ലൂയിസ് പറഞ്ഞ അങ്ങനല്ല നമ്മൾ പറയേണ്ടത്. ഐ ഹാവ് എ ബോഡി എന്നാ പറയേണ്ടത്. ബിക്കോസ് വി ആർ സ്പിരിച്വൽ ബീയിങ്സ്. നമ്മൾ ആത്മീയരാണ്. അപ്പൊ നമുക്കൊരു ശരീരമുണ്ടെന്നാ പറയുന്നത്, അല്ലാതെ നമുക്ക് ആത്മാവുണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ 3 കാര്യങ്ങൾ പറയുന്നു. ആത്മാവ്, ദേഹി, ദേഹം. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ചെയ്തത് മാത്രമല്ല. Every intentions we had, every thought passed through our mind, every wrong intentions we were carrying against
other persons. Everything will be exposed. കർത്താവ് സ്കാനിങ് തരുമ്പോൾ ശരീരത്തിന്റെ സ്കാനിങ് മാത്രമല്ല, അവിടുന്ന് ആത്മാവിന്റെ സ്കാനിങ് നമ്മളെ കാണിക്കും. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കാണിച്ചു തരും. കഴിഞ്ഞ 24 മണിക്കൂറിൽ ദൈവ പൈതലെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ മാത്രം ഒന്ന് എടുത്തു നോക്കിക്കേ. മറ്റുള്ളവരാരെങ്കിലും ആ ചിന്തകളൊന്ന് അറിഞ്ഞാൽ എങ്ങനെയിരിക്കും? കഴിഞ്ഞ 24 മണിക്കൂറിൽ നാം ഫോൺ എടുത്തതിൽ കണ്ട കാര്യങ്ങളൊന്ന് ഓർത്തേ, ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ഓർത്തേ, ലാപ്ടോപ്പിൽ കണ്ട കാര്യങ്ങളൊന്ന് ഓർത്തേ. Do you have anything that you don't want other people to see in your life? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് വെച്ചുകൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ടില്ലേ, ചിലർ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, ആരെങ്കിലും വരുന്നവനെ പെട്ടെന്ന് തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കമ്പ്യൂട്ടർ വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ബെഡ്റൂമില് തിരിച്ചു വെച്ചേക്കും അല്ലേ? അതെന്താ? ആരെങ്കിലും ഡോറ് തുറന്ന് കയറി വന്നാൽ ആദ്യം സ്ക്രീനിലെ കാണരുത്. അതുകൊണ്ടാണ്. സിമ്പിൾ തിങ്, അത്രേ ഉള്ളൂ. That means they are hiding something. They are living in darkness. It is not open. It is not transparent. ഇന്നത്തെ പകൽക്കാലം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു സ്കാനിങ് ദൈവസഭയ്ക്കുള്ളിൽ നടത്തുകയാണ്. എന്തിനെന്നറിയാമോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവസാനം വരെ കർത്താവിനോട് കൂടെ വാഴുമെന്ന് വിശ്വസിച്ചിട്ട് അവസാനം നമ്മൾ വാഴാൻ പറ്റിയില്ലെങ്കിൽ we will be shocked there. We may ask the Lord, why didn't you tell me earlier? കർത്താവെ, നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് നാം ചോദിക്കാൻ ഇടവരുത്. അതുകൊണ്ട് കർത്താവ് നേരത്തെ നമ്മളോട് പറയുക. അതിനായി ഈ വചന ശുശ്രൂഷകൾ കർത്താവ് ഒരുക്കി തരുന്നത്. നേരത്തെ നമ്മളോട് പറയുകയാണ്. നമ്മളിൽ പലർക്കും കുറവുകൾ കേൾക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുക സംതിങ് ഈസ് റോങ് വിത്ത് യു എന്ന് പറഞ്ഞാൽ നമ്മൾ വി ഗെറ്റ് ഒഫൻഡഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനത്തെ ദൈവദാസന്മാരെ നമുക്ക് ഇഷ്ടമല്ലാത്തത്. നമ്മളെ ഉയർത്താൻ പോകുന്നു, പുതിയ വാതിലുകൾ തുറക്കാൻ പോകുന്നു, ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു, കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഇതെല്ലാം എത്ര കാലം നമ്മൾ ഉപയോഗിക്കും ദൈവമക്കളെ? നിത്യതയുമായി തണ്ടിച്ചു നോക്കിയാൽ ഈ ഭൂമിയിലെ ജീവിതം എത്ര കാലമുണ്ട്? ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും നിത്യത എന്ന് പറയുന്ന ബില്യൺസ് ഓഫ് ഇയേഴ്സ്, infinite time, unlimited number of years, billions and billions of years. That is what is eternity means. You compare your 120 years on earth with that eternity, what would be the proportion? Less than 1 second. അതുകൊണ്ട് ആ ഭക്തൻ പാടിയത് മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാനെന്ന്. ഹല്ലേലൂയ. ഈ 1 സെക്കൻഡിന് താഴെയുള്ള ജീവിതത്തിന് വേണ്ടിയാണ് നിത്യത നമ്മൾ പലരും പണയം വെച്ച് കളയുന്നത്, നഷ്ടപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഇവിടെ നോക്കണം, 2 തരത്തിലുള്ള ആളുകൾ. ഒന്ന് ലജ്ജിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവര്, മറ്റൊരു ധൈര്യത്തോടെ നിൽക്കുന്നവർ. ദൈവദിനത്തിൽ പെട്ടെന്ന് ഞാൻ ചില ഭാഗങ്ങളിലേക്കൊന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് ലജ്ജിച്ചു പോകുന്നവരെ കുറിച്ച് പറയുമ്പോൾ ആരൊക്കെയാ ലജ്ജിച്ചു പോകുന്നത് വചനത്തിൽ പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല, കാരണം എന്റെ മെയിൻ മെസ്സേജിന്റെ ഭാഗമല്ലാതെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. Let us turn to book of Revelation chapter 6 verse 9. അവിടെ നോക്കിക്കേ, 6-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. verse 13 onwards, chapter 6 verse 13, Revelation chapter 6 verse 13 downwards. അത്തിവൃക്ഷം പെരുങ്കാറ്റ് പോലെ കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. This is talking about the second coming of the Lord. കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും അതുപോലെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും യേശു കർത്താവ് തന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് പ്രകൃതിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് ആ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെ കാണിക്കുന്നു. നമ്മൾ മുമ്പേ വായിച്ചു കേട്ട വചനം എന്തുവാ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യമാ. ചിലർ ലജ്ജിക്കുന്നവർ, ചിലർ ധൈര്യത്തോടെ നിൽക്കുന്നവർ, അവരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? അത്തിവൃക്ഷം പെരുങ്കാറ്റ് പോലെ കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും
സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാത്തവണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാത്തവണ്ണവും ഞങ്ങളെ മറയ്ക്കുവീൻ. അവരുടെ കോപ ദിവസം വന്നു, ആർക്കും നിൽക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. Here are a group of people who were running for a cave. They are running for a cave. Hallelujah. നിങ്ങൾക്ക് ഈ വചനത്തിൽ കണ്ടല്ലോ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ എന്നുള്ള വാക്യം ആദ്യം കേട്ടില്ലേ? ഗ്രീക്കിൽ അത് എഴുതിയിരിക്കുന്നത് എന്തോന്നറിയാമോ? ലജ്ജിച്ചു പോകുക എന്നുള്ളതിന്റെ ആ റൈറ്റ് ഒറിജിനൽ എക്സ്പ്രഷൻ എന്താണെന്നറിയാമോ? ഷ്രിങ്ക് ടു ഷെയിം. ഷ്രിങ്ക് ടു ഷെയിം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിവസ്ത്രരാകുക എന്നൊന്ന് കരുതിക്കേ. If we lose our clothes, what would happen? If we are stripped down, what would happen in a public place? You will run for a hiding. Am I right or wrong? അല്ല, നമ്മൾ അവിടെ നിൽക്കുമോ നേരെ നിന്ന്? ഇല്ല, നമ്മൾ പെട്ടെന്ന് ഒരു ഒളിത്താവളം, ഒരു മറയ്ക്ക് വേണ്ടി ഓടും. ദാറ്റ് ഈസ് എക്സാക്ട്ലി ആ എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഷ്രിങ്ക് ടു ഷെയിം. യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ, അവിടുത്തെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ, ഒരു കൂട്ടം ജനം ഒളിത്താവളം അന്വേഷിച്ച് ഓടുന്നതായി ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. തുടക്കത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ മുതൽ താഴേക്ക് ദാസന്മാർ വരെ. അതിന്റെ ഇടയ്ക്ക് മഹത്തുക്കളെ കുറിച്ച്, സെലിബ്രിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മെനെ കുറിച്ച് പറയുന്നുണ്ട്, സയന്റിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, സഹസ്രാധിക മിലിറ്ററി ഓഫീസേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അഡ്മിറൽസ്, ഇവരെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ധനവാന്മാർ, റിച്ചസ്റ്റ് പീപ്പിൾ. അവിടെ എഴുതിയിരിക്കുന്നു ബലവാന്മാർ എല്ലാവരും ഗുഹകൾ തേടി ഓടും. അക്കൂട്ടത്തിൽ ദൈവപൈതലെ ഓടുവാനുള്ള ഗതികേട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവരുത്. Hallelujah. When God exposes you, when the Lord exposes you to say that what you have been living in this world for, ഈ ലോകത്തിൽ കർത്താവ് തന്ന സമയം നീ ഇവരെ പോലെ, ഈ ലോകക്കാരെ പോലെ, ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ, ധനവാന്മാരെ പോലെ, ഭൂമിയിലെ മഹത്വക്കളെ പോലെ ഈ ഭൂമിക്ക് വേണ്ടിയാണ് നീ ജീവിച്ചതെങ്കിൽ അവർ ഓടുന്നതോടുകൂടി നീയും ഞാനും ഓടേണ്ടി വരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് അറിയാൻ ഒരൊറ്റ തെളിവേ ഉള്ളൂ. ഇന്ന് ഇത്രയും നേരമായല്ലോ, രാവിലെ നമ്മൾ എണീറ്റു, പല പല സമയങ്ങളിൽ എണീറ്റവർ കാണും. ഇപ്പൊ രാവിലെ നമ്മൾ 6 മണിക്ക് എണീറ്റെന്ന് കരുതിക്കോ. 6 മണി, right from morning 6 o'clock, right from the time you got up from the bed up until now, how much time you got to think about God? ഇന്ന് പകൽ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഇതുവരെ എത്ര സമയം നമുക്ക് കർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും? നമ്മൾ എന്തിനൊക്കെ വേണ്ടി ചെലവഴിച്ചു? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തെളിവ് എന്തുവാണെന്നറിയാമോ? എൻ്റെ ഭാര്യയെ നല്ല പേരുകളൊക്കെ ഇട്ട് വിളിക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു, അതൊക്കെ ഭാഗമാണ് സ്നേഹിക്കുന്നതിൻ്റെ. ഏറ്റവും വലുത് എന്താണെന്നറിയാമോ? സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച്, സഹോദരന്മാരെ കുറിച്ച് അവരുടെ ആഗ്രഹം ഒത്തിരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരണമെന്നൊന്നും അല്ല, എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കണം, അത്രയുമുള്ള ആഗ്രഹം. അക്സെപ്റ്റൻസ്. എൻ്റെ കൂടെ ഒരു അല്പസമയം ചെലവഴിക്കണം, എന്നോട് നല്ല വാക്ക് സംസാരിക്കണം, എന്നെ സ്നേഹിക്കണം. ഇതൊക്കെയല്ലേ ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തെളിവ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുവാൻ, അവിടുത്തെ സ്തുതിക്കുവാൻ, അവിടുത്തോട് സംസാരിക്കുവാൻ, അവിടുത്തോട് പ്രാർത്ഥിക്കുവാൻ നാം സമയം ചെലവഴിക്കുന്നു. നമുക്ക് ഏതിനാ സമയം? നമുക്ക് പ്രാർത്ഥിക്കാൻ എത്ര സമയമുണ്ട് ദൈവമക്കളെ? നമുക്ക് ന്യൂസ് കേൾക്കാൻ സമയമുണ്ട്. ഓരോ ചാനൽ മാറ്റി 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 ന്യൂസ് കേൾക്കാൻ സമയമുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, പിന്നെ എന്തുവാ ട്വിറ്റർ, മാറി 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 സോഷ്യൽ മീഡിയയിൽ ഇരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂട്ടുകാരോട് കൂടെ ഫോണിൽ സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഷോപ്പിങ്ങിന് കയറി ഇറങ്ങി ഷോപ്പുകൾ കയറി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. സൈറ്റ് സീയിങ്ങിന്, ഹോളിഡേയ്സിനൊക്കെ സമയമുണ്ട്. ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ കർത്താവിനോട് കൂടെ ഇരിക്കാൻ നമുക്ക് എത്ര സമയമുണ്ട്? അല്പം പ്രാർത്ഥിക്കുവാൻ, കുറച്ച് വചനം പഠിക്കുവാൻ, ഈ കുഞ്ഞുങ്ങളോട് കുറച്ച് വചനം പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ എത്ര പേര് സമയം കണ്ടെത്തുന്നുണ്ട്? That proves whether we love God or not. നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ എന്നുള്ളൊരു തെളിവതാ. ഞാൻ അവിടെ കൂടുതൽ സമയം നിൽക്കുന്നില്ല, കാരണം വളരെ പ്രധാനപ്പെട്ട
ചില മെസ്സേജുകൾ മുന്നോട്ടുള്ള സമയമുണ്ട് നമുക്ക് കേൾക്കാൻ. അപ്പൊ ഇത് ഓടുന്നവരാണ്, ലജ്ജിച്ചോടുന്നവരുടെ കൂട്ടത്തിലാണ്. ദൈവവചനത്തിൽ വേറെയും ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ട്, ഞാൻ അത് എടുക്കുന്നില്ല, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. വി ഗോട്ട് എ മെസ്സേജ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. നമുക്ക് നമ്മുടെ മെസ്സേജ് കിട്ടി എന്താന്നുള്ളത്. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചവർ, ജോലിക്ക് വേണ്ടി ജീവിച്ചവർ, ആരോഗ്യത്തിന് വേണ്ടി ജീവിച്ചവർ, ഇതൊന്നും തെറ്റാന്നല്ല പറയുന്നത്. ഡോണ്ട് ടേക്ക് മീ റോങ്. ദൈവമക്കളെ, ജോലി ചെയ്യുന്നത് തെറ്റാന്നല്ല, ആരോഗ്യം നോക്കുന്നത് തെറ്റാന്നല്ല, വണ്ടി ഉള്ളത് തെറ്റാന്നല്ല, വീടുള്ളത് തെറ്റാന്നല്ല. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദെയർ റോൾ ഇൻ യുവർ ലൈഫ്? Are you giving him more importance to that than of God? That is the point. എന്റെ ഓഫീസിൽ ഒത്തിരി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ ചർച്ചിൽ ഒത്തിരി സഹോദരിമാരുണ്ട്. എനിക്ക് പരിചയമുള്ള ഒത്തിരി സ്ത്രീകളുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ അവരുടെ കൂടെ ഇരിക്കാതെ എന്റെ ഭാര്യയുടെ അടുത്ത് വന്നിരിക്കും. ഞാൻ അവരുടെ കൂടെ കാര്യം, ഓഫീസ് കഴിഞ്ഞ് അവരുടെ കൂടെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ കറങ്ങി വന്നിട്ട് ജിമ്മിലൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി ഒക്കെ വീട്ടിൽ വന്നിട്ട് ഏറ്റവും ഒടുവി എന്റെ വൈഫ് ഉറങ്ങാൻ തുടങ്ങും, അല്ലെ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ട് പറയാ, ഐ ലവ് യു ഡാർലിംഗ്. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ് മൈ ബ്രദർ, മൈ സിസ്റ്റർ? ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ നേരം പറയാ, താങ്ക് യു ലോർഡ് ജീസസ്. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? It doesn't make any sense at all. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലജ്ജിക്കുന്നവരുടെ കൂട്ടം അതാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കാതെ സമയം നഷ്ടപ്പെടുത്തിയവർ, ദൈവം കൊടുത്ത ആലോചനകളെ അവഗണിച്ചവർ, ദൈവം കൊടുത്ത മുന്നറിയിപ്പിന് വില കൊടുക്കാത്തവർ. പ്രൈസ് ഗാഡ്. ഈ ക്ഷണികമായ നശ്വരമായ ജീവിതത്തിന് വേണ്ടി അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ വിട്ടുകളഞ്ഞവർ. ഇന്ന് മരിക്കാൻ 90 വയസ്സാകണമെന്നൊന്നുമില്ല കേട്ടോ. 30 വയസ്സായവർ മരിക്കുന്നുണ്ട്, 20 വയസ്സുള്ളവർ മരിക്കുന്നുണ്ട്, 40 വയസ്സുള്ളവർ മരിക്കുന്നുണ്ട്. It doesn't matter what age you are in. So don't think that you will have some years ahead. I should never be a fool to think that I have some years. No. I can be going anytime. I can be departing this world anytime. Am I ready? If my brother, my sister, if you say that you are not ready today, that means you will never ever be ready in another million of years. ഇപ്പൊ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ തയ്യാറാവത്തില്ല. എപ്പോഴാണ് നമ്മൾ തയ്യാറാവുന്നത്? എന്നോടൊന്ന് പറഞ്ഞേ. നമുക്ക് ഒരിക്കലും തയ്യാറാകാൻ ഒക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. മരണം പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. We have to be ready all the time. We need to be ready all the time. അപ്പൊ ലജ്ജിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിന് വേണ്ടി ജീവിച്ചവർ. നിങ്ങൾ ആ വചനം ഒന്നുകൂടെ ഒന്ന് നോക്കണം കേട്ടോ. ആ ഭാഗമൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, എനിക്ക് സമയമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വചനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബില് എന്റെ ഓൾമോസ്റ്റ് 300 മെസ്സേജസ് ഉണ്ട് യൂട്യൂബില്. എന്റെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന്, എന്റെ ജീവിതത്തിന്റെ തോൽവികളിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിനെ പഠിപ്പിച്ച യഥാർത്ഥ സത്യങ്ങൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് തന്ന പരിശുദ്ധാത്മാവിൽ സംസാരിച്ച വചനങ്ങൾ ഏതാണ്ട് 300ഓളം മെസ്സേജുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദൈവമക്കളെ യൂട്യൂബിൽ പോയോ അല്ലെ ഫേസ്ബുക്കിൽ പോയോ എന്റെ പേര് റെഞ്ചി ജോർജ് എന്നോ പാസ്റ്റർ റെഞ്ചി ജോർജ് എന്നോ അടിച്ചാല് നിങ്ങൾക്ക് അത് കിട്ടും. യു ക്യാൻ സീ ദ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് സോ മെനി തിങ്സ്. ഹൗ ക്യാൻ എ ഫെയിൽഡ് മാൻ കം ബാക്ക്? ഹൗ ക്യാൻ എ ഫെയിൽഡ് വുമൻ കം ബാക്ക്? സോ മെനി തിങ്സ് ആർ ദെയർ. എന്നെ കേൾക്ക് ദൈവമക്കളെ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ആരാണ് പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നവർ? കാരണം നമ്മളെല്ലാവരും അതിനാണ് കാത്തു നിൽക്കുന്നത്. പെട്ടെന്ന് നമ്മളെ can you turn with me to 1 Thessalonians chapter 4 verse 16. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. Hallelujah. Here is another group of people who are waiting for their master's coming, who are waiting for the Lord's coming. നമ്മൾ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥന ആശീർവാദമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കരമുയർത്തി പറയും, ആമീൻ കർത്താവേ വേഗം വരണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാലും സാരമില്ല, കാരണം ഇപ്പൊ വീട് അങ്ങോട്ട് പണിഞ്ഞതേ ഉള്ളൂ, ഞാൻ കൊതിതീരെ ഒന്ന് താമസിച്ചില്ല കർത്താവേ. ചിലർ പറയും എന്റെ കല്യാണം ഇപ്പൊ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ, കുറച്ച് നാള് ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരല്പം കൂടെ.
ഞാൻ ചിലപ്പോഴൊക്കെ, എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. മൂത്ത ആളിന് 24 വയസ്സ്, ഇളയാളിന് 18 വയസ്സ്. ഞാൻ അവന്മാരൊക്കെയൊക്കെ പറയും യേശു കർത്താവ് വരാറാ എന്ന് പറയുമ്പോൾ അവർ പറയും, പപ്പ ഡോണ്ട് അപ്സെറ്റ് അസ് പ്ലീസ്. പപ്പയൊക്കെ ജീവിച്ച് കുറച്ചു കാലം, ഞങ്ങളോട് കുറച്ച് നാളൊന്ന് ജീവിച്ചോട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമീൻ കർത്താവെ വേഗം വരണമേന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തൽക്കാലം വരലേ കർത്താവേ എന്ന്. കാരണം നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഇവിടെ ഇതാ നോക്കിക്കേ, കർത്താവിന്റെ കാഹളം സ്വർഗത്തിൽ ധ്വനിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തും. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ ജീവിക്കണം. ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാനായിട്ട് കഴിയൂ ദൈവവേദനെ. ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കുന്നതൊക്കെ, ക്രിസ്തുവിൽ മരിച്ചവർ വേഗം ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. We will be transformed. നമ്മൾക്ക് രൂപാന്തരം സംഭവിക്കും പെട്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം അത് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് comfort you each other with these words. Comfort with these words. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിച്ചുകൊള്ളുവിൻ. നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലം അറിയാം. കർത്താവിന്റെ 2ാമത്തെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ഒരു സഭയായിരുന്നു അത്. എന്നാൽ അവിടെ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായി. കർത്താവിന്റെ വരവ് കാണാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. അപ്പൊ അവരെ കംഫർട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മ എഴുതിയേക്ക്, സാരമില്ല, അവർ ക്രിസ്തുവിൽ മരിച്ചത് കൊണ്ട് കർത്താവിന്റെ വരവിൽ ആദ്യം അവരെഴുന്നേക്കും, പിന്നെ നമ്മൾ പോകത്തുള്ളൂ. അതാ പറഞ്ഞുറപ്പിച്ചത്. പക്ഷെ ഇന്ന് സഭയിലായിരിക്കുന്ന നമുക്കും പരസ്പരം കംഫർട്ട് ചെയ്യുവാൻ, ആശ്വസിപ്പിക്കുവാനുള്ള വചനം ഇതാണ്. സഹോദര, മരിച്ചാലും ജീവിച്ചാലും കർത്താവിന്റെ വരവിങ്കൽ നാം അവനോടുകൂടെ കാണപ്പെടും. ഇതാ ധൈര്യത്തോടെ നിൽക്കുന്നവർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ധൈര്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം അങ്ങനെയാവണം. കർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിനോടുകൂടെ വസിക്കുക, അത് വേറൊരു മെസ്സേജാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കർത്താവിനോടുകൂടെ വസിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ മണവാട്ടിയാകണമെന്നുണ്ടെങ്കിൽ മണവാളനെ പോലെ നമ്മളും ആകണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊക്കെ ആൺമക്കളില്ലേ? നമ്മുടെ ആൺമക്കൾക്ക് നമ്മൾ എങ്ങനത്തെ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നത്? ഈ ലോകത്തിൽ പപ്പിനകത്തൊക്കെ പോയി ഇച്ചിരിയൊക്കെ വെള്ളമൊക്കെ അടിച്ച് ഈ ലോകക്കാരിയെ പോലെ മറ്റുള്ള കൂട്ടുകാരുടെ ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടിയാണോ നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നത്? അതോ ദൈവഭയമുള്ള, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന, ഹല്ലേലൂയ, മക്കളെ വളർത്തുവാൻ പ്രാഗൽഭ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതോ ലോകക്കാരിയായിട്ടുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രന് വേണ്ടി ഒരുക്കുന്ന മണവാട്ടി എങ്ങനെയുള്ളതായിരിക്കണം? സ്വർഗത്തിലെ ദൈവം പുത്രനായ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്ന മണവാട്ടി, പ്രതീക്ഷിക്കുന്ന മണവാട്ടി എങ്ങനെയായിരിക്കണം? പറഞ്ഞേ ദൈവമക്കളെ, ലോകത്തിന്റെ പിന്നാലെ പോകുന്നവളെ വേണോ? ലോകക്കാരനായ പിശാചിന് സേവന ചെയ്യുന്നവരെ വേണോ? അതോ മണവാളനായ ക്രിസ്തു പോയ ക്രൂശിന്റെ പാതയിലൂടെ പോകുന്ന മണവാട്ടിയാണോ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന് വേണ്ടി മണവാട്ടിയായിട്ട് എടുക്കുന്നത്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മണവാളനായ ക്രിസ്തുവിന് മണവാട്ടിയാകുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ? യേശു നടന്ന പാതയിലൂടെയാണോ ഞാൻ നടക്കുന്നത്? അപ്പോസ്തലന്മാർ പോയ പാതയിലൂടെയാണോ നടക്കുന്നത്? ഓൾ ത്രൂ ദ സെഞ്ചുറീസ്, ഈ നൂറ്റാണ്ടുകളിൽ അഭിഷക്തന്മാരായ മിഷണറിമാർ പോയ പാതയിലൂടെയാണോ ഞാൻ നടക്കുന്നത്? യേശു നടന്ന പാത ക്രൂശിന്റെ പാതയാണ്. ആ ക്രൂശിന്റെ പാതയിലൂടെ നടക്കുന്ന ഒരു മണവാട്ടിയാണ് സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രന് വേണ്ടി ഒരുക്കുന്നത്. നമ്മൾ സ്വയം ശോധന ചെയ്യണം ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് ഫലമന്വേഷിക്കുന്നു നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. നമ്മുടെ പ്രൈസസ്, നമ്മുടെ വർഷിപ്സ് എംപ്റ്റി ആണോ? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുവാനുള്ളതാണോ? അതോ ഈസ് ഇറ്റ് റിയൽ? ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം അവർ ഹാർട്ട്? ഇന്നത്തെ രാത്രി ദൈവം അത് ശോധന ചെയ്യുകയാണ്. My brothers and my sisters, some of you are blessed that you have been chosen to serve the Lord. But compare your life in the light of the scripture and think, if the Lord appears, will I be taken up with him? ഇന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടാൽ എന്റെ രഹസ്യ ജീവിതം കർത്താവിന്റെ മുമ്പിൽ അവന്റെ മണവാട്ടിയാക്കി എന്നെ മാറ്റുമോ? Praise God. Don't ever think that God is looking for perfect people. No. നമ്മൾ ഒരിക്കലും ഈ വചനം കേട്ടിട്ട് ചിന്തിക്കരുത് ദൈവം പെർഫെക്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ എടുക്കൂ. No. Don't take this message as a message of condemnation. No. This is a message of encouragement.
God is not looking for perfect people. None of us can be perfect. But God is looking for honest people. If you are falling, cry out to the Lord and say, I am falling. If you are falling for the 1000th time, tell the Lord that, Lord, I am trying to make it, but I cannot do it. കർത്താവേ, വിശുദ്ധ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു, പാപം ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പക്ഷേ പാപത്തിൽ വീണു പോകുന്നു കർത്താവ്. ഈ പാപത്തെ ജയിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. Are you taking your falling seriously? This is what the question Lord is asking. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് വീഴുന്നു, അത് സാഹചര്യം വീഴും. ആ കുഞ്ഞ് 1.5 വയസ്സിൽ വീഴുന്നെന്ന് പറഞ്ഞാൽ 15 വയസ്സിൽ വീഴണമെന്നില്ല. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് വീഴുമ്പോ എഴുന്നേക്കും, എഴുന്നേക്കും. നമ്മൾ ആരും കുഞ്ഞ് വീഴുന്ന കാണുമ്പോ ചിരിക്കത്തില്ല. ചിരിക്കുമോ? ചിരിക്കത്തില്ല. നമുക്കറിയാം ഒരു ദിവസം ഈ കുഞ്ഞ് വീഴാതെ നിൽക്കുമെന്ന്. ആ കുഞ്ഞ് വീഴുമ്പോ അതിന്റെ മുഖത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് വലിയ വിഷമമാണ്. അതിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഞാൻ ഒരിക്കലും വീഴല്ലേ എന്നാ. വീഴല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടാ ഇങ്ങനെ എഴുന്നേക്കുമ്പോ വീഴുന്നത് അല്ലേ? ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആദ്യം നടക്കുന്ന സമയത്ത് ഒന്ന് ഓർത്തു നോക്കണം, അവരൊരു 10 സ്റ്റെപ്പ് വീഴാതെ നടന്ന് അങ്ങ് പോയിട്ട് തിരിച്ച് മമ്മിയെ നോക്കി ഒരു ചിരി ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർ ചിരിക്കുമ്പോ അതിന്റെ അർത്ഥം എന്തോന്നറിയാമോ? മമ്മി ഐ മെയ്ഡ് അപ്പ്. അതാ അതിന്റെ അർത്ഥം. മമ്മി ഞാൻ വീണില്ല. അതിന്റെ അർത്ഥം ആ കുഞ്ഞ് വീഴാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോഴ് അതിന്റെ വീഴ്ചകളൊക്കെ അത് സീരിയസ് ആയിട്ട് എടുത്ത്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇപ്പൊ വീഴുന്നതുകൊണ്ട് വീഴുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആത്മീയമായി വീഴുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ വീഴ്ചകളെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതുകൊണ്ടാ എവിടെയൊക്കെ വീണോ അവിടെയൊക്കെ നിലവിളിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, കർത്താവേ, ഈ പാപത്തിന് ഞാൻ വീണ്ടും വീണ്ടും അടിമയായി പോകുന്നു, ഈ പാപത്തെ ജയിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടുന്ന് കൃപ തരുമായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, റോമർ 6:14 പറയുന്നു, sin shall have no dominion over you. You are under grace, not under the law. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനനാകിയാൽ പാപത്തിന് നിങ്ങളിൽ കർത്തൃത്വം ഇല്ലല്ലോ. കർത്താവ് കൃപയിൽ നിറഞ്ഞു ജീവിച്ചവനാ. പാപത്തിന് അവനെ ജയിക്കുവാൻ കഴിയത്തില്ല. കാരണം ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അവൻ നിലവിളിക്കുമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കണം. കർത്താവിന്റെ, ഞാൻ ആ മെസ്സേജ് മാറിപ്പോകും, അല്ലെങ്കിൽ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ജീവിച്ചത് എങ്ങനെയാണെന്നാ അവിടെ എഴുതി വെച്ചിരുന്നത്. ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്. യേശു പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഹല്ലേലൂയ, വെറുമൊരു മനുഷ്യനെ പോലെ ജീവിച്ച ക്രിസ്തു പിതാവിനോട് കരഞ്ഞുകൊണ്ടിരുന്ന ആ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അപ്പോസ്തലൻ പറഞ്ഞ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോസ്തലന്മാർ ആരും പെർഫെക്റ്റ് ആയിരുന്നില്ല. അവർക്കൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ വീഴ്ചകൾ വരുമ്പോൾ അവർ നിലവിളിക്കുന്നു. രാത്രിയിൽ എത്രയോ രാത്രികളിൽ, എത്രയോ യാമങ്ങളിൽ, എത്രയോ വർഷങ്ങളിൽ ഞാൻ നിലവിളിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അനേക പാപങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയ ഞാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധി രാപ്പകലില്ലാതെ നിലവിളിച്ചിട്ടുണ്ട്. നെടുമ്പാട് വീണ് ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. ആര് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കണ്ണുനീരോടെ ദൈവസന്നിധി ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. കർത്താവ് കൃപ തന്നു. അതുകൊണ്ട് ഇന്ന് പ്രാഗൽഭ്യത്തോടെ ദൈവ പൈതലെ നിങ്ങളോട് പ്രസംഗിക്കുവാൻ എനിക്ക് കഴിയും. The Lord who worked in my life can work in your life to be a blessing to so many people in the years to come. Hallelujah. കർത്താവ് നമ്മളിലേക്ക് നോക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 6 മുതലുള്ള വാക്യങ്ങളിൽ ഒരു അത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കണമേ. ആ അത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അത്തിയുടെ ആ തോട്ടത്തിന്റെ ഉടമ ആ അത്തിയിൽ വന്ന് നോക്കുന്നു ഫലം. അവിടെ പറയുന്നുണ്ട്, കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഫലം അന്വേഷിക്കുന്നു, ഇതിൽ കാണുന്നില്ല, ഇതിനെ വെട്ടിക്കളക. ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത്? അത് കാണിക്കുന്നത് നമ്മളിൽ ഫലം നോക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 3 വർഷമെന്ന്, അത് ഇസ്രായേലിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിൽ കർത്താവ് ശുശ്രൂഷ 3 വർഷം ചെയ്തു. ആ 3 വർഷവും കർത്താവ് ശുശ്രൂഷ ചെയ്തിട്ട് സുവിശേഷം പറഞ്ഞിട്ട് അവരാരും കേട്ടില്ല.
അതുകൊണ്ട് അതിനെ ഉദ്ദേശിച്ച് കർത്താവ് പറയാണ്, കഴിഞ്ഞ 3 വർഷമായി നിന്നിൽ ഞാൻ ഫലം നോക്കുക അത്തിവൃക്ഷത്തിൽ. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അത് ഈ വചനത്തിൽ എഴുതിയപ്പോൾ അത് എന്നോട് സംസാരിക്കുന്നത് എന്തെന്നറിയാമോ? എന്നിലവൻ ഫലം നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കാലമായിട്ട് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം കർത്താവ് പറയുന്നതിനെ വെട്ടിക്കളയുക എന്ന് പിതാവ് പറയുമ്പോൾ പുത്രനായ ദൈവം വലത്തുഭാഗത്തിരുന്നുകൊണ്ട് പറയുന്നു, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാനതിന് വളമിടാം, ഞാനതിന് വെള്ളമൊഴിക്കാം, ഈ വർഷം കൂടെ നിൽക്കട്ടെ, മേലിൽ കായ്ച്ചില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയാം. ഈ അത്തിവൃക്ഷത്തിൽ ഇല മാത്രമേ ഉള്ളൂ. ഇല കൊണ്ട് നിൽക്കുക, മറ്റുള്ളവരെ കളിപ്പിക്കുക. അതിന് ഉദാഹരണം ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അവിടെ കർത്താവിനെ വിശന്നിട്ട് കർത്താവ് അവിടെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. എ ഫിഗ് ട്രീ വിത്ത് ഫുൾ ഓഫ് ലീഫ്. അതിൽ വല്ലതും കാണുമെന്ന് കരുതി കർത്താവ് അവിടെ വന്നു. ഇലയല്ല, വചനം പറയുന്നു ഇലയല്ലാതെ അവിടെ ഒന്നുമില്ലായിരുന്നു. കർത്താവ് ശപിച്ചെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാം ശപിച്ചത്? അത് ഇല കാണിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ചത് കൊണ്ടാണ്. കർത്താവ് എന്തിനാ അതിന്റെ അടുത്ത് വന്നത്? ഇല കണ്ടോണ്ടാ വന്നത്. നല്ല ആരോഗ്യത്തോടെ, പ്രൗഢിയോടെ, നല്ല പച്ചപ്പോടെ ആ അത്തി അവിടെ നിൽക്കുകയാ. That fig tree was standing as a healthy tree with full of leaves, giving a wrong impression to the people that it was having some fruit. This is the problem. എന്താ ഈ അത്തിവൃക്ഷത്തിന്റെ ഇലകളെ കാണിക്കുന്നത്? നമ്മുടെ പുറത്തെ ഉള്ള നീതി, our external righteousness before men. മറ്റുള്ളവരുടെ മുമ്പിൽ നീതി കാണിക്കുക. ഞാൻ പാട്ടുകാരനാണ്, ഞാൻ പ്രാർത്ഥനക്കാരിയാണ്, ഞാൻ ഉപവസിക്കുന്നയാളാണ്, ഞാൻ അന്യഭാഷ പറയുന്നയാളാണ്, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ സ്വർഗത്തേക്ക് പോകുവാൻ ഇരിക്കുന്നയാളാണ്. പക്ഷെ ജീവിതത്തിൽ അതില്ല, അകത്ത് ഫലമില്ല. സഹോദരിമാര് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാര് പുറകിലിരുന്ന് ചിന്തിക്കും, ഇത് എന്റെ ഭാര്യ തന്നെയാണോ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്? കാരണം കഴിഞ്ഞ രാത്രി വീട്ടിൽ കേട്ടതൊന്നും ഈ പ്രാർത്ഥനയുടെ ശബ്ദമല്ലല്ലോ. ഭർത്താക്കന്മാര് മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഭാര്യമാര് കുനിഞ്ഞു താഴെ ഇരിക്കും, ഇത് എന്റെ ഭർത്താവ് തന്നെയാണോ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത്? പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതൊന്നും അല്ലല്ലോ. കുഞ്ഞുങ്ങൾ ആകപ്പാടെ കൺഫ്യൂസ്ഡാ. ചർച്ചയിൽ വരുമ്പം പപ്പ വേറെ, മമ്മി വേറെ, വീട്ടിൽ വരുമ്പോ അവര് വേറെ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുവാ സംഭവം നടക്കുന്നതെന്ന്. My brothers and my sisters, am I describing some of us? എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. My life was like this. I am not a prophet to speaking out some prophecy. No, I am in the flesh as you are in the flesh. We all are in the same flesh. നമ്മൾ എല്ലാവരും ഒരേ ജഡത്തിൽ വസിക്കുന്നവരെ. ജഡത്തിന്റെ പ്രവൃത്തികളാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇതിനെ നിയന്ത്രിക്കുവാൻ, ഇതിനെ ഓവർകം ചെയ്യുവാൻ നമുക്ക് കഴിയും കർത്താവിന്റെ കൃപയാൽ. പക്ഷെ നാം അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ കുറവുകൾ കർത്താവിന്റെ, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, വീഴുന്ന വീഴ്ച സീരിയസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് പിന്നെ അത് വീഴാതിരിക്കുന്നത്. Have we taken it seriously? പാപത്തെ ഓർത്ത് ഏറ്റവും ഒടുവിൽ കരഞ്ഞത് എന്നാ ദൈവ പൈതലേ? നീ ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാകാം നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നീ ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാകാം മക്കളുടെ അഡ്മിഷന് വേണ്ടി, ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാകാം കടഭാരങ്ങൾ നീങ്ങാൻ വേണ്ടി, ഒരുപക്ഷെ ഉപവസിച്ചിട്ടുണ്ടാകാം ജോലി കിട്ടാൻ വേണ്ടി. എന്നാ നീ ഏറ്റവും ഒടുവിൽ ഉപവസിച്ചത് നിന്റെ പാപത്തിന്റെ മേൽ ജയമെടുക്കാൻ? എന്നാ നീ ഏറ്റവും ഒടുവിൽ കരഞ്ഞത്, കർത്താവേ, ഐ എം സോറി, ഐ cannot overcome these sins. I again become a slave. I again become a victim. And I know so long as I have this sin inside me, I won't be able to meet with you. സ്വർഗം പവിത്രമാണ്, സ്വർഗം വിശുദ്ധമാണ്. മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണമെങ്കിൽ വിശുദ്ധിയുള്ളവർക്ക് അവിടെ ഇരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, പാപത്തെ വെറുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സിന്നർ ആൻഡ് എ സെയിന്റ്. ഒരു വിശുദ്ധനും പാപിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വിശുദ്ധൻ പാപത്തിൽ വീഴും, നോ ഡൗട്ട്. പാപിയും പാപത്തിൽ വീഴും. രണ്ടുപേരും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ വിശുദ്ധനും പാപിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? വിശുദ്ധൻ പാപത്തിൽ വീഴും, പക്ഷെ പാപി പാപത്തിൽ ജീവിക്കും. അതാ വ്യത്യാസം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ആട്ടിൻകുട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്? ലിറ്റിൽ ലാം, മേരി ഹാഡ് എ ലിറ്റിൽ ലാം. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് സോങ്? ഒരു മോൾ അവിടെ ഇരുന്നോട് തലകുലുക്കുന്നു. വെരി ഗുഡ്. യു നോ ദിസ് lamb. Lamb doesn't want to fall into muddy water.
Lamb doesn't like muddy water. Or have you seen kitten? Kitten also has, cat and kitten, you know. Kitten also has the same nature. Muddy water വീഴത്തില്ല. പക്ഷേ അത് വീഴുന്ന ഇഷ്ടമല്ല. ചില സമയത്ത് എന്തോ പറ്റുമെന്ന് അറിയാമോ, ലാമ്പ് ഇങ്ങനെ തുള്ളിച്ചാടി ലീപ്പ് ചെയ്ത് പോകുന്ന കൂട്ടത്തില് കാല് തട്ടി ചിലപ്പോൾ വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ വീണ ഒരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്തോ ചെയ്യുമെന്ന് അറിയാമോ? അത് ഓടിപ്പോയി ഏതെങ്കിലും ഒരു ട്രീയുടെ അടുത്ത് പോയിട്ട് അത് ഇങ്ങനെ ഇട്ട് ഒരയ്ക്കും, റബ്ബ് ചെയ്യും. എന്തിനാ? ഈ വെള്ളം പോകാൻ വേണ്ടി. എന്നിട്ട് കുറച്ചു നേരം പിന്നെ നോക്കും, അതിന്റെ ഫറൊക്കെ പിന്നെ ഈ റബ്ബ് ചെയ്തതിന്റെ ഫറൊക്കെ പോകും. എന്നാലും അതിന് വലിയ വിഷമോ. എന്താണെന്നറിയാമോ? വെള്ളത്തിൽ ഞാൻ വീണല്ലോ. ആ ലാമ്പിനോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ, ലാമ്പ്, ഡു യു വാണ്ട് ടു കം ദിസ് വേ അഗെയിൻ? ലാമ്പ് വുഡ് സേ, നോ വേ, I have taken the wrong way. I didn't know that this muddy water was there. ഈ വെള്ളം ഇവിടെ കടന്നത് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതിലെ കൂടെ വരത്തില്ല. പറയുമോ പറയത്തില്ലയോ? എന്നാൽ ആ സ്ഥാനത്ത് ഒരു പിഗ്ലിംഗ് വരുന്നെന്ന് വെച്ചോ. പിഗ്ലിങ്ങിനെ അറിയാമോ? ബേബി പിഗ്. ബേബി പിഗ് ഇങ്ങനെ ചാടി വന്ന കൂട്ടത്തിൽ ഈ മഡി വാട്ടർ വീണെന്ന് വെച്ചോ. എന്തോ ചെയ്യും പിഗ്ലിങ്? He loves it. അവൻ അവിടെ കിടന്നുകൊണ്ട് പറയും, ഇത്രയും കാലം ഞാൻ ഇവിടെ ജീവിച്ചിട്ട് ഈ വെള്ളം കിടന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. That is the difference between a saint and a sinner. Saint may fall in sin, but he takes falling seriously. He will come out and cry. He will make every possible effort that not to fall again. Maybe again he will fall, but he take it seriously and cry. But sinner means he never take it seriously. He enjoy every bit of sin. I'm asking you, my brother, my sister, what is your relationship with sin? Do you hate it? It is a cancer. It is a spiritual cancer. It will eat you up. It will eat your eternal destiny. Take this word seriously. Let me tell you, God is not looking for perfect people. He is looking for honest people. Tell the Lord, Lord, I am falling. I am falling, Lord, and I don't want to fall. Give me grace. Give me grace. Help me to hate these sins. You know the stories of some people, who have repented of their sins, like drunkards, ഒത്തിരി മദ്യപിക്കുന്ന drunkards and all, they come to know about Jesus Christ, they accept Christ as their savior, and they give up their drinking, and they come and join the church. After a few years, you go to them with some vodka bottle or some whiskey bottle or something and offer them. What would they say? നമുക്കറിയാം, മദ്യപിച്ചൊക്കെ നടന്ന കുറച്ച് മദ്യപാനികളായിട്ടുള്ളവരൊക്കെ സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവസഭയുടെ ഭാഗമായി ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ അടുത്തൊരു വോഡ്കയുടെ ഒരു ബോട്ടിലോ വിസ്കിയുടെയോ റമ്മിന്റെയോ ഒക്കെ ഒരു ബോട്ടിലും കൊണ്ട് ചെന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് അവർ വാങ്ങിക്കുമോ നിങ്ങളുടെ? അവർ പറയും, ഇതിനെ മണം അടിച്ചാൽ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നെന്ന് പറയുമോ ഇല്ലയോ? സെയിം വേ വിത്ത് സ്മോക്കിംഗ്. ചിലര് സ്മോക്കിംഗ് കളഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധി വന്ന് രക്ഷ പ്രാപിച്ച് നല്ലൊരു ദൈവപൈതലായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ബ്രാൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിഗരറ്റ്സ് ഒരു 10 പാക്കറ്റ്സ് കൊണ്ട് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുത്ത് അവരെന്തോ പറയും, ഐ എം സോറി, ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഇതിന്റെ സ്മെൽ അടിച്ചാൽ എനിക്ക് വോക്കാനം വരും എന്ന് പറയും, വോമിറ്റിംഗ് സെൻസേഷൻ എന്ന് പറയും. എന്തുകൊണ്ടാ? ഒരിക്കൽ അവരെ അടിമയാക്കിയിരുന്നതിന് അത് അവരിപ്പോ വെറുക്കുന്ന എന്തുകൊണ്ടാന്ന് അറിയാമോ? കർത്താവ് കൃപ കൊടുത്തു. അതുപോലെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ചെറുപ്പക്കാരെ, നിങ്ങളെ അടിമയാക്കുന്ന പാപത്തെ ഓക്കാനത്തോടെ വോമിറ്റിംഗ് സെൻസേഷനോടുകൂടെ ഓർക്കുവാൻ ദൈവം കൃപ നിങ്ങൾക്ക് തരും. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. ഗ്രേസ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. അത് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. It is not that you cannot overcome sin. You can with the grace. കർത്താവിനോട് ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ വീണു പോകുന്നത് എവിടെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ ടെംപ്റ്റേഷൻസ് എവിടെയാണെന്ന്. By the way, temptation is not a sin, but first look is only a temptation. Second look is sin. Always remember that. വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് sin അല്ല. എന്നാൽ രണ്ടാമതൊന്നുകൂടെ കാണണമെന്ന് പറഞ്ഞ് നോക്കിയാൽ that is sin. First look is only a temptation. Second look is sin. Always remember that. My children, always remember it. When out in the school, your friends may show you something on the screen, on the phone, and you look at it. That is not a sin. But if you say, can you show me once again? That is sin.
Or some of the clever children say that, please send that to my phone as well. I also want to see it. Sin, that is sin. Hallelujah. കർത്താവ് നോക്കുകയാ ഫലത്തിനു വേണ്ടി. അവൻ ഇലയല്ല ആവശ്യം. അവന് ഹല്ലേലൂയയും സ്തോത്രവും പാട്ടുകളും ഒന്നുമല്ല. ഇതിനേക്കാൾ ഭംഗിയായിട്ട് പാടുന്ന ദൂതന്മാർ ആയിരക്കണക്കിന് സ്വർഗത്തിലുണ്ട്, വിശുദ്ധന്മാർ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ഞാൻ പാടിയില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ ഞാൻ പറഞ്ഞില്ലെങ്കിൽ കർത്താവിന് ഒരു നഷ്ടവുമില്ല. എത്രയോ വിശുദ്ധന്മാർ അവരുടെ ജീവനെ പോലും പണയം വെച്ച് കർത്താവിനെ സേവിക്കുന്നു വിശ്വസ്തയോടെ. പക്ഷെ കർത്താവിന് വേണ്ടത് ഫലമാണ്. അപ്പൊ ഇല കാണിച്ച് നമ്മൾ കർത്താവിനെ കബളിപ്പിക്കരുത്. ഇല കാണിച്ച് കബളിപ്പിച്ച ഒരു പാർട്ടികളുണ്ട്. എവിടാന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കിയാൽ മതി. നഗ്നരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇല കൊണ്ടൊരു ഒരാവരണം ഉണ്ടായിക്കൊണ്ട് അവർ ഉടുത്തോണ്ട് പോകുന്നു. അവരറിഞ്ഞില്ല വെയിൽ ഉറയ്ക്കുമ്പം ഈ ഇല ഉണങ്ങിപ്പോകും എന്നുള്ളത് അവർ ഓർത്തില്ല. നമ്മുടെ ഇലകളൊക്കെ ഉണങ്ങുന്ന ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമക്കളെ. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, ഞാൻ പെട്ടെന്ന് നിർത്താം. ഒരു വചനഭാഗം കൂടെ ഇതുമായിട്ട് ഇതിന്റെ കണക്ഷനിൽ ഒന്ന്. ലജ്ജിച്ചു പോകാതിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിങ്കിൽ ലജ്ജിച്ചു പോകരുത്, അതിനെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. ഞാൻ ഒരു ഭാഗത്തൂടെ പോയിട്ട് ഞാൻ ദൈവവചനം നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ടേൺ വിത്ത് മീ ടു മാത്യു ചാപ്റ്റർ 25. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് 10 virgins. ഞാൻ 10 virginsന്റെ ഉപമ പറയാൻ പോകുകയല്ല. യു ഓൾ നോ പ്രോബബ്ലി ബെറ്റർ ദാൻ മീ. എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം ആ ഉപമയെ കുറിച്ച്. ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എത്ര how many virgins were there? 10 virgins. And the Bible says 5 were foolish and 5 were wise. How do we know that 5 were foolish and 5 were wise? Because Bible says bridegroom delayed his coming purposely. മണവാളൻ താമസിച്ചില്ല, കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ ഈ 10 പേരും ബുദ്ധിയുള്ളവരായിരുന്നേനെ. കാരണം 10 പേരുടെയും വിളക്ക് കത്തിക്കൊണ്ടായിരുന്നത്. അവിടെ വചനം പറയുന്നു മണവാളൻ താമസിപ്പിച്ചെന്ന് അവന്റെ വരവ്. എന്തിനാണെന്നറിയാമോ? മണവാളന് വ്യക്തമായിട്ട് പറയാം, ഇതിൽ 5 പേര് ക്യാഷ്വലായിട്ട് എടുത്തവരാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. മണവാളന് വേണേ നേരത്തെ വരാമായിരുന്നു, മണവാളൻ താമസിച്ചാ വന്നത്. കാരണം ഈ 5 പേര് ബുദ്ധിയില്ലാത്തവരാണെന്നുള്ളത് വെളിപ്പെടുത്തണം. ഈ 10 പേരുടെയും വിളക്ക് കത്തിക്കൊണ്ട് നിന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. 10 പേരുടെയും വിളക്ക് കത്തിക്കൊണ്ട് നിന്നു. അപ്പൊ 10 പേരും ഉറപ്പോടെ കാത്തിരുന്നതാ മണവാളന് വേണ്ടി. എത്ര സന്തോഷത്തോടെ ഈ 10 പേരെ തെരഞ്ഞെടുത്തതെന്ന് അറിയാമോ ഈ ഫംഗ്ഷന് വേണ്ടി? അവർ 10 പേരും കന്യകമാരായിരുന്നു. 10 പേരുടെയും കൈ വിളക്കുണ്ടായിരുന്നു. 10 പേരുടെയും വിളക്ക് കത്തിക്കൊണ്ടായിരുന്നു. അപ്പൊ അവർ നോക്കിയപ്പോ ഞങ്ങളുടെ വിളക്ക് കത്തുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ 5 പേരെന്ത് ചെയ്തെന്നറിയാമോ? 5 പേർക്കൊരു ഉറപ്പില്ലായിരുന്നു. എന്തോന്നറിയാം? ഈ വിളക്ക് എന്നും കത്തിക്കൊണ്ടിരിക്കുമെന്ന്. ദൈവവചനം പറയുന്നു, 1 കൊരിന്ത്യർ 10:12 പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ 5 പേർക്ക് തോന്നി ഈ വിളക്ക് കെട്ടുപോകുന്ന ഒരു സമയം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിനവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഒരു പാത്രത്തിനകത്ത്, ഒരു ഫ്ലാസ്കിനകത്ത് ഓയിൽ എടുത്ത് അവരെവിടെയോ അവരുടെ ഉടുപ്പിന്റെ അകത്തെ പോക്കറ്റിൽ വെച്ചു. എന്തിനാ ഞാൻ പറഞ്ഞ ഉടുപ്പിന്റെ അകത്തെ പോക്കറ്റിൽ വെച്ചെന്ന്? കാരണം മറ്റേ 5 പേര് കണ്ടില്ല ഇവരുടെ വിളക്കോ എണ്ണ ഉണ്ട്, വേറെ എണ്ണ വെച്ചിട്ടുണ്ടെന്ന്. കണ്ടായിരുന്നെങ്കിൽ അവരും എടുത്തേനുമായിരുന്നു. You understood what I mean? If they had seen the other 5 were carrying that hidden flask of oil, the other 5 also would have taken it. ഇവരുടെ കയ്യിൽ വേറെ എണ്ണ കരുതിയിരിക്കുന്നത് മറ്റേ 5 പേര് കണ്ടായിരുന്നെങ്കിൽ അവരും അന്നേരം അത് എടുത്തേനെ. 5 പേരെടുത്തില്ല, 2 പേരെങ്കിലും എടുക്കത്തില്ലായിരുന്നു. പറഞ്ഞു എന്നോട്. അതിന്റെ അർത്ഥം അവരുടെ 5 പേരുടെ കയ്യിൽ എണ്ണ ഇരുന്നത് ഈ 5 പേര് കണ്ടില്ല. കാരണം എല്ലാവർക്കും കാണത്തക്ക രീതിയിലല്ല അവർ എണ്ണ വെച്ചിരുന്നത്. ഒളിച്ചു വെച്ചു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പക്ഷെ അവര് സൂക്ഷിച്ചിരുന്നു, അകത്ത് എവിടെയോ സൂക്ഷിച്ചിരുന്നു. അവരുടെ നീളമുള്ള അവരുടെ ഡ്രസ്സിന്റെ അകത്ത് എവിടെയോ സൂക്ഷിച്ചിരുന്നു. അതത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആവശ്യം വന്നപ്പോൾ അവർക്ക് ആ എണ്ണ ഉപകാരപ്പെട്ടു. അതെന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദെയർ ഇന്നർ ലൈഫ്. ആരും കാണാത്ത രഹസ്യ ജീവിതത്തെ കുറിച്ചാണ്, ആരും കാണാത്ത വിശുദ്ധ ജീവിതത്തെ കുറിച്ചാണ്. ആ പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ കാണിക്കുന്ന എന്താണെന്നറിയാമോ? മുമ്പേ പറഞ്ഞിട്ട് ഇലയാ.
മാനുഷിക നീതി. ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ സഭയിൽ പോകുന്നു, പാട്ട് പാടുന്നു, സഭയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഞാൻ ഒത്തിരി പ്രസംഗിക്കുന്നു, ഒത്തിരി പേരോട് സുവിശേഷം പറയുന്നു, ട്രാക്സ് കൊടുക്കുന്നു. ഇതെല്ലാം ആ വെട്ടം കത്തിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് താമസിക്കുമ്പോൾ ഒരു പക്ഷെ നാം ക്ഷീണിച്ചു പോയേക്കാം. പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം ക്ഷീണിച്ചു പോയേക്കാം. എപ്പോഴും എല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല ദൈവ പൈതലേ. നീ ക്ഷീണിച്ചു പോകുന്ന നാളിൽ നിന്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോയേക്കാം. കാരണം അകത്തെണ്ണയില്ലെങ്കിൽ തിരി കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ഷീണിച്ചേ കത്തത്തുള്ളൂ. എന്താ? വാടി. കാരണം വീക്ക് ഫ്ലെയിം ആയിരിക്കും. ബട്ട് if oil is there inside, it is a strong flame. അകത്ത് നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ, അകത്ത് വിശ്വസ്തതയുണ്ടെങ്കിൽ, അകത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ, നാം ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഒരു ബലമുണ്ട്. ആരും നിർബന്ധിക്കേണ്ടി വരത്തില്ല നമ്മളെ. അതുകൊണ്ട് ശക്തന്മാരായ അഭിഷക്തന്മാർ ഇംഗ്ലണ്ടും അമേരിക്കയും ഒക്കെ വിട്ട്, അവരുടെ സമ്പന്നത വിട്ടുകൊണ്ട് ദാരിദ്ര്യ രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു വന്ന് കർത്താവിന്റെ വേല ചെയ്ത് എന്തുകൊണ്ടാണെന്നറിയാമോ? അകത്ത് തീയുള്ളത് കൊണ്ടാണ്. അവരാരും കംപ്ലൈന്റ് ചെയ്തില്ല ഞങ്ങൾ പട്ടിണി കിടക്കുന്നെന്ന്. അവരാരും കംപ്ലൈന്റ് ചെയ്തില്ല ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നെന്ന്. കാരണം കർത്താവിന്റെ തീ അവരിൽ കത്തിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് സൂക്ഷിക്കുന്നതാ. നമ്മൾ എല്ലാവരും 5 കന്യകമാരെ പോലെ ബുദ്ധിയുള്ളവരായി തീരണം. ഒന്ന് ഓർത്തു നോക്കിക്കേ. ലജ്ജിക്കുന്ന അനുഭവം വന്നത് എപ്പോഴാണെന്നറിയാമോ? അവരാർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചുവോ, ആരെ എതിരേൽക്കുവാൻ തിരിച്ചുവോ, തക്ക സമയത്ത് വന്നപ്പോൾ അവർ തള്ളപ്പെട്ടു പോയി. അവരും മടങ്ങി നാട്ടിലേക്ക് വരുമ്പോ എന്തുവാ ചെയ്യുന്നത്? ദേണ്ട് വരുന്നെന്ന് പറയും. നോക്ക്, വിളക്കും കത്തിച്ചുകൊണ്ട് പോയവരാ, തെരഞ്ഞെടുക്കപ്പെട്ടവരാ, ദേണ്ട് വരുന്നു. ഇത് പറയുന്ന ഒരു അവസ്ഥ നമ്മളെ കുറിച്ച് നാളെ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? കർത്താവിന്റെ വരവിങ്കൽ നാം തള്ളപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? നാം ബുദ്ധിയില്ലാത്തവരായി ലജ്ജിക്കപ്പെട്ടവരായി തീരുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. അടുത്ത 3 മിനിറ്റിനുള്ളിൽ ഞാൻ അത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചനം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് നാം നിൽക്കുമോ എന്ന് നമ്മൾ അറിയുന്നത്. കർത്താവിനോടുകൂടെ 3.5 വർഷക്കാലം ജീവിച്ചവർ, when the test came, they all failed. We know that. യേശുവിനോടുകൂടെ ജീവിച്ചവനാ യൂദാസ്. അവസാന നാളിൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. യേശുവിനോടുകൂടെ ജീവിച്ചവനാണ് പത്രോസ്. When the test came, he denied Christ. യേശുവിനോട് കൂടെ ജീവിച്ചവരാണ് മറ്റേ 10 ശിഷ്യന്മാര്. കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ അവരെല്ലാവരും വിട്ട് ഓടിപ്പോയി. മറന്നു പോകരുത്. When the test comes, how many of us will stand? If we have no inner life inside, if we have no conviction inside, we won't be able to stand for the Lord. We won't be able to endure persecution. We won't be able to go through and endure rejections. അത് സംഭവിക്കണമെങ്കിൽ നാം അകത്ത് വിശുദ്ധിയുള്ളവരായി കർത്താവിനെ കണ്ടവരായിരിക്കണം. ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ ദൈവമക്കളെ. കർത്താവ് തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി തരികയാണ്. ഇന്നത്തെ രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങയുടെ വരവിങ്കൽ ലജ്ജിക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങയുടെ വരവിങ്കൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഇടവരരുത് കർത്താവേ. ഞങ്ങളുടെ മരണം സംഭവിക്കുന്നെങ്കിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിച്ച്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി എന്ത് നാളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് വിശ്വസ്തയോടെ ജീവിപ്പാൻ അവിടുന്ന് കൃപ തരണമേ. ഇലകളെ കാണിച്ച് ലോകത്തിന്റെ മുമ്പിൽ കയ്യടി നേടുവാനല്ല, ലോകത്തിന്റെ മുമ്പിൽ അംഗീകാരം നേടുവാനല്ല, സ്ഥാനമാനങ്ങൾ നേടുവാനല്ല കർത്താവ്. രഹസ്യ ജീവിതം, ഞങ്ങളുടെ ഉള്ളിലെ ജീവിതം, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ ജീവൻ ഉണ്ടാകുവാൻ, വിശ്വസ്തത ഉണ്ടാകുവാൻ, അകത്ത് എണ്ണ കരുതുവാൻ സ്വർഗം ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ജനത്തിനായോട് ഞാൻ പ്രാർത്ഥിക്കുക. അവരെ അലട്ടുന്നതായ പാപബന്ധനങ്ങളെ ജയിക്കുവാൻ, അവർ കടന്നു പോകുന്ന ജീവിത സമ്മർദ്ദങ്ങളെ അതിജീവിപ്പാൻ, അവരെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളിയിൽ ശുഷ്കാന്തിയോടെ അങ്ങേ അവർ ഓരോരുത്തരും സേവിക്കുവാൻ, ദൈവസഭ മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ അനേകർക്ക് ശോഭയായി തീരുവാൻ, ലീഡ്സ് എന്ന പട്ടണത്തിൽ അനേകരെ അങ്ങയ്ക്ക് വേണ്ടി നേടുവാൻ ദൈവസഭയെ ഒരുക്കണമേ കർത്താവ്. ഞങ്ങളുടെ സഹോദരിമാര് ജോലി ചെയ്യുന്നിടത്ത് അവരിലൂടെ വെളിച്ചം ഈ ലോകം കാണുവാൻ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പാപത്തെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, ലോകമോഹങ്ങളെ, ജഡമോഹങ്ങളെ ജയിക്കുവാൻ ദൈവകൃപ പകരുമാറാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവിടുന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം.
ഹല്ലേലൂയ. വീഴ്ചയെ കാര്യമായി എടുക്കുവാൻ, ഗൗരവത്തോടെ എടുക്കുവാൻ, വീഴാതിരിക്കുവാനുള്ള പ്രാപ്തിക്ക് വേണ്ടി കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.